നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങളൊരു ജോബ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങൾ മോസ്റ്റ്ലി എല്ലാ കമ്പനിയും നോക്കുന്നുണ്ട്, നമ്മളും ഒരു CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇമെയിൽ ആയിട്ടാണ് നിങ്ങളുടെ CV അയക്കുന്നതെങ്കിൽ സബ്ജക്റ്റ് വയ്ക്കുക. മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടുന്നതിനും സബ്ജക്റ്റ് ഉണ്ടാവാറില്ല. അത് തന്നെ ഒരു പ്രൊഫഷണലിസം ഇല്ലാത്തൊരു ഫീലാണ് നോർമലി ഒരു ഹയറിംഗ് ടീമിന് കൊടുക്കുന്നത്. സെക്കൻഡ് തിങ്, നിങ്ങൾ അയക്കുന്ന CVയിൽ അല്ലെങ്കിൽ ഇമെയിലിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എങ്ങനെയെങ്കിലുമൊക്കെയാണ് CV ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെ എഫേർട്ട് ഒന്നും ഇല്ലാതെ നിങ്ങളൊരു CV ഉണ്ടാക്കുന്നത് നിങ്ങളുടെ CVയിൽ വിസിബിൾ ആയിരിക്കും ഇഫ് ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മൂന്നാമത്തത്, നിങ്ങളൊരു CV ഇമെയിൽ ആയിട്ട് അയക്കുമ്പോഴത്തേക്കും അതിലൊരു കവർ ലെറ്റർ വെക്കാൻ നോക്കുക. ആ ഒരു കമ്പനി എന്തുകൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ് എന്ന് ആ കമ്പനീനെ മനസ്സിലാക്കുന്ന രീതിയിലും ആ കമ്പനിക്ക് നമ്മൾ ഹയർ ചെയ്യണം എന്ന് തോന്നിക്കുന്ന രീതിയിലും ഒരു 1 or 2 ലൈൻസ് ഓർ ഒരു ചെറിയൊരു 3-4 ലൈൻസ് ഉള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾ ഇമെയിലിൽ ആ ഒരു കവർ ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം അയക്കാൻ. വിച്ച് ഗിവ്സ് എ ഡിഫറെന്റ് ഇംപ്രഷൻ. ഓൾസോ നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് കാൻഡിഡേറ്റ് ആണെന്നുള്ളത് ഇമെയിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. ഇനി ഇൻസൈഡ് ദ CVയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മെയിൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്താണ്. സ്കൂളിലത്തെ അച്ചീവ്മെന്റും കോളേജിലത്തെ അച്ചീവ്മെന്റ്സും അല്ല ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്കൊരു മേജർ കാര്യം എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ ഈ ജോബിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷോക്കേസ് ചെയ്യാം. ഇനി CVന്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും മെയിൻലി നമ്മുടെ സ്കിൽസും നമുക്ക് എന്തൊക്കെ ഈ ഒരു ജോബിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അച്ചീവ്മെന്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ CVയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ SEOയിൽ നിങ്ങൾ റാങ്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ആഡ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്തത്, നിങ്ങൾ പേഴ്സണലി ചെയ്തത് എന്നുള്ളത് ആ CVയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മോസ്റ്റ് ഓഫ് ദ CVയിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ചാൽ അത് മുഴുവൻ ChatGPT ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ചെയ്തല്ലോ, അത് ജനറിക് ആയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പോൾ CVയിൽ കണ്ടുവരുന്നത്. അതല്ല വേണ്ടത്. ബിക്കോസ് ഇത്രയും പേര് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV അതിനകത്ത് നിന്ന് ഔട്ട്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് എന്താണെന്നുള്ളത് ആ CVയിൽ കമ്മ്യൂണിക്കേറ്റ് ആവണം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാമെന്നുള്ളത്. അല്ലാതെ ChatGPTയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ CVക്ക് ഒരു പ്രയോറിറ്റി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് കേപ്പബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ക്ലിയർലി CVയിൽ കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൂൾസ് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സ്കിൽസ് ഉണ്ട്, അപ്പാർട്ട് ഫ്രം ദിസ് ജോബ് നിങ്ങളൊരു സെൽഫ് ലേണർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ക്വാളിറ്റീസ് ആ ജോബിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലത്തെ വേറെ എന്തെങ്കിലും ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ജോബ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ CVയിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ CV ഔട്ട്സ്റ്റാൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്കൊരു ജോബ് ഈ ഒരു ടൈം പീരീഡിൽ, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ടൈമിൽ നമുക്ക് കോൾസ് എങ്കിലും വരത്തുള്ളൂ. ഞാനത് ഫ്രഷേഴ്സിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ബിക്കോസ് ഫ്രഷേഴ്സിന് ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ നോർമലി സബ്ജക്ട് ഉണ്ടാവാറില്ല, ഇഷ്ടംപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. അവർ ചുമ്മാ എന്തോ CV എടുത്ത് നമുക്ക് അയച്ചു തരുന്നു, അവർക്കൊരു ജോബ് കിട്ടണം എന്നുള്ള ഫീൽ പോലും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല. ബേസിക്കലി ഇത്രയെങ്കിലും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഇന്റർവ്യൂ കോൾസ്. അപ്പോൾ ഇന്റർവ്യൂ കോൾസ് നോർമലി എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്, ഇന്റർവ്യൂ കോൾസ് വരുന്നില്ല എന്നുള്ളത്. മേ ബി നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് ചെയ്യാത്തതുകൊണ്ടാവാം ഇന്റർവ്യൂ കോൾ വരാത്തത്. സോ ഈ ജോബ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും അതിനൊക്കെ പറ്റി നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാനുണ്ടെങ്കിൽ ഫോളോ ദിസ് പേജ്. ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ന്യൂ വീഡിയോ സൂൺ.